പശ്ചിമ ബംഗാളിലെ കൊൽക്കത്തയിൽ തൃണമൂൽ കോൺഗ്രസ് BJP സംഘർഷം. ഭവാനിപൂരിൽ പ്രവർത്തകർ ഏറ്റുമുട്ടി. ബംഗാളിൽ പ്രചാരണം തുടരുന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ പരിഹസിച്ച മുഖ്യമന്ത്രി മമതാ ബാനർജി രംഗത്തെത്തി. അമിത്ഷാ EDയും CBIയുമായാണ് ബംഗാളിലേക്ക് വന്നതെന്ന് മമതയുടെ പരിഹാസം. PR അരവിന്ദ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അരവിന്ദ് സൂചിപ്പിച്ചതുപോലെ ബംഗാളിൽ അമിത്ഷായുടെ പര്യടനം തുടരുകയാണ്. അതിനിടയിലാണ് ഇത്തരത്തിൽ പലയിടത്തും സംഘർഷങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്യുന്നത്. ബംഗാളിൽ ആദ്യഘട്ട തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം അവസാനിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. വാശിയേറിയ പ്രചാരണവുമായിട്ടാണ് മുന്നണികൾ സംസ്ഥാനത്ത് മുന്നോട്ട് പോകുന്നത്. BJP പ്രചാരണങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെയാണ്. പക്ഷേ വിവിധയിടങ്ങളിൽ വലിയ രീതിയിലുള്ള സംഘർഷ സംഭവങ്ങളാണ് ബംഗാളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. ഭവാനിപൂരിലടക്കം കഴിഞ്ഞ ദിവസം ബംഗാൾ BJP അതുപോലെ തന്നെ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടുകയും പിന്നാലെ കേസെടുക്കുന്ന സാഹചര്യത്തിലേക്കെല്ലാം പോയിരുന്നു. ഇതിനെതിരെ ശക്തമായ വിമർശനം മമതാ ബാനർജിയുടെ ഭാഗത്ത് നിന്ന് അടക്കം ഉയരുകയാണ്. കാരണം BJP ഇത്തരത്തിൽ പുറത്തുനിന്നുള്ളവർക്ക് ബംഗാളിൽ വോട്ട് നൽകാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു, ഇത്തരത്തിൽ അന്വേഷണ ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നു അടക്കമുള്ള വിമർശനമാണ് മമതാ ബാനർജി ഉയർത്തുന്നത്. തങ്ങളെ പേടിപ്പിക്കാനോ അല്ലെങ്കിൽ ഭയപ്പെടുത്താനോ ചിന്തിക്കേണ്ടല്ല, അത്തരം ഭയപ്പെടുന്ന നിലപാടിലേക്ക് തങ്ങൾ പോകില്ല എന്നതാണ് മമതാ ബാനർജി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. എന്തായാലും ശക്തമായ പ്രചാരണവുമായിട്ട് തന്നെയാണ് തൃണമൂൽ കോൺഗ്രസും BJPയും മുന്നോട്ട് പോകുന്നത്. BJPക്ക് വേണ്ടി അമിത്ഷായ്ക്ക് പുറമെ നിർമ്മല സീതാരാമൻ അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലെ BJP മുഖ്യമന്ത്രിമാരടക്കം ക്യാമ്പ് ചെയ്തുകൊണ്ടുള്ള പ്രചാരണമാണ് ബംഗാളിൽ നടത്തുന്നത്. ഭവാനിപൂരിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോരാട്ടം നടന്നു. ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി അവിടെ BJP നേതാവായ സുവേന്ദു അധികാരിയുമായിട്ടാണ് മത്സരമുള്ളത്. വാശിയേറിയ പ്രചാരണം ഈ മണ്ഡലങ്ങളിൽ നടക്കുമ്പോഴും വലിയ രീതിയിലുള്ള സംഘർഷ സംഭവങ്ങൾ തന്നെയാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്യുന്നത്. വലിയ രീതിയിലുള്ള കേന്ദ്രസേനാ വിന്യാസം സംസ്ഥാനത്തുടനീളം നടത്തിയിട്ടുണ്ട്. പക്ഷേ കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗം ചെയ്തുകൊണ്ട് അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് മറ്റ് പാർട്ടികളെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നുവെന്ന വിമർശനം കൂടി ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് ശക്തമാക്കിയിട്ടുണ്ട്. വോട്ടർ പട്ടികയിൽ വലിയ രീതിയിലുള്ള ക്രമക്കേടുകൾ നടത്തി, ന്യൂനപക്ഷ വിഭാഗങ്ങളെ വലിയ രീതിയിൽ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യുന്ന അടക്കമുള്ള ആരോപണങ്ങളാണ് മമത ഉയർത്തി മുന്നോട്ട് പോകുന്നത്. അതേസമയം ഇത്തരം ആരോപണങ്ങൾ പരാജയ ഭീതിയിൽ നിന്നാണ് മമത പറയുന്നതെന്ന വിമർശനമാണ് BJP ഉയർത്തുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.